വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിലെ ആ കുട്ടികളോടൊപ്പമുള്ള ആഘോഷമൊക്കെ കഴിഞ്ഞ ശേഷം വിഷ്ണു ആണെങ്കിൽ ആകെ വിഷമിച്ച് ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അന്നേരം ശാലിനിയും വരികയാണ്. അന്നേരം വിഷ്ണുവിന് ആകെപ്പാടെ ഒരു വിഷമവും മരണത്തെക്കുറിച്ച് തന്നെയൊക്കെയാണ് വിഷ്ണു സംസാരിക്കുന്നതൊക്കെ. അന്നേരം ശാലിനി പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് വിഷ്ണുവേട്ടൻ്റെ മരണത്തിന് പോലും ഞാൻ വിട്ടുകൊടുക്കുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണുവിൻ്റെ തോളിലേക്ക് ചാരി ഇരിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ മടിയിലേക്ക് ഇങ്ങനെ ശാലിനി ഇങ്ങനെ തലവെച്ച് കിടക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. പക്ഷേ ശാലിനി വേറെന്തൊക്കെയോ അങ്ങ് സംസാരിക്കുകയാണ്. വിഷ്ണു ശാലിനിക്ക് മുഖം കൊടുക്കുന്നുമില്ല. ആകെ വിഷമിച്ച ഒരവസ്ഥയിലാണ് വിഷ്ണു ഇരിക്കുന്നതൊക്കെ. ഇതേ സമയം അവിടെ ഡെയ്സി ആണെങ്കിൽ ശിവനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അന്ന് രാത്രി തന്നെ ശിവനാണെങ്കിൽ ഡെയ്സിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. ആരും കാണാതെയാണ് ശിവൻ വരുന്നതൊക്കെ. ബുള്ളറ്റുമായിട്ട് വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡെയ്സി ഇറങ്ങി വരുന്നുണ്ട്. ബുള്ളറ്റിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രാത്രി അവരാരും അറിയുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ പിറ്റേന്ന് രാവിലെ ശിവനും ഡെയ്സിയും കൂടി അമ്പലത്തിൽ പോകുന്നുണ്ട്. എന്നിട്ട് ശിവന് കല്യാണം കഴിക്കാനുള്ളത് തന്നെയാണ്. എന്നിട്ട് താലി ഇങ്ങനെ ചരടിൽ ഇങ്ങനെ കോർത്തിട്ട് ഡെയ്സിയെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ സാക്ഷിയാക്കി ഇന്ന് മുതൽ നീ എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഡെയ്സിയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് ചെയ്യുന്നത്. അന്നേരം വിവാഹം അവിടെ കഴിയുന്നുണ്ട്. പക്ഷേ പിറ്റേന്ന് ഇത് യോഹന്നാനും പിന്നെ ആൻ്റണിയും ഡേവിസും ഒക്കെ അറിയുന്നുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ശിവനായിരിക്കും കൊണ്ടുപോയതെന്നുള്ളത്. അതനുസരിച്ച് അവർ പിന്നെ മാണിക്കോത്തേക്ക് മഹേന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ ആൻ്റണിയും ഡേവിസും പിന്നെ യോഹന്നാനും കൂടി തന്നെയാണ് വരുന്നത്. അന്നേരം മഹേന്ദ്രൻ സംഭവമൊന്നും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അവർ വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി കാണത്തുമില്ല. അപ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ ഉമ്മർത്തൊന്ന് ഇറങ്ങി വരുന്നു ഇവരെ കണ്ടിട്ട്. ഇത്രയുമാണ് ഈ ഒരു കമ്മിങ് സൂൺ പ്രൊമോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ലായിരിക്കാം. പക്ഷേ ശിവനെ അപായപ്പെടുത്താനായിട്ട് ആൻ്റണി, യോഹന്നാനും ഡേവിസും ഒക്കെ ശ്രമിക്കുമായിരിക്കും. എന്നിട്ട് ഡെയ്സിയെ കൊണ്ടുപോകാനായിട്ട്. പക്ഷേ മഹേന്ദ്രൻ ശിവനോടൊപ്പം നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. യോഹന്നാൻ്റെ മാളയല്ലേ കിട്ടിയിരിക്കുന്നത്. ഒരു പ്രതികാരം എന്നോണം മഹേന്ദ്രൻ ചിലപ്പോൾ കൂടെ കൂട്ടുമായിരിക്കും. അങ്ങനെ ഒരു വിദ്വേഷം മനസ്സിൽ വെച്ചേക്കില്ല എന്ന് തോന്നുന്നു. അതൊക്കെ എന്താകും എന്നുള്ളത് ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക് യു.